കുട്ടികളെ ഇനി നമ്മൾ നോക്കുന്നത് കഥകളാണ്. അതായത് നമുക്ക് മെയിനായിട്ട് വരുന്ന കഥകൾ. ഒന്നാമത് മൂന്നാമത്തെ ചാപ്റ്ററാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. സെക്കൻഡ് വൺ ഉതുപ്പാൻ്റെ കിണർ. തേർഡ് കടൽ തീരത്ത്. ഫോർത്ത് വൺ കഥയും കഥാപാത്രവും. ഫിഫ്ത്ത് വൺ കർണപർവം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്റ്റോറിയാണ് നോക്കുന്നത്. ഇത് ഒരു കുരുവിയുടെ കരച്ചിൽ എന്ന ഒരു ഭാഗമാണ്. ഈ ഒരു സ്റ്റോറിയിലെ ആ ഒരു ഭാഗം മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞു പാത്തുമ്മയും അവളുടെ മാതാപിതാക്കളും പിന്നെ മെയിനായിട്ട് വരുന്ന കഥാപാത്രമാണ് കുഞ്ഞിക്കുരുവിയും പിന്നെ അവളുടെ കെട്ടാൻ പോകുന്ന ആൾ, അതായത് നിസാർ അഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും. അപ്പോൾ കുഞ്ഞു പാത്തുമ്മ മുറ്റത്ത് വെച്ച് തന്നെ ഒരു കുരുവിയുടെ കരച്ചിൽ കേട്ടു എന്ന വാക്യത്തോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. ഈ കുരുവിയുടെ കരച്ചിലിനെ പിന്തുടർന്ന് ചെല്ലുന്ന കുഞ്ഞു പാത്തുമ്മ ജീവിതത്തിലെ ഒരു നിർണായക സന്ധിയിലാണ് ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കുരുവി നോവലിലെ ഒരു പ്രധാന കഥാപാത്രവുമാണ്. കെട്ടിയോൻ കുരുവിയും കെട്ടിയോള് കുരുവിയും തമ്മിൽ കലഹിച്ചിട്ടാണ് കെട്ടിയോള് കുരുവിക്ക് അപകടം പിടഞ്ഞത്. കുരുവികളുടെ കലഹം കുഞ്ഞു പാത്തുമ്മയുടെ മനസ്സിൽ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ലഹളയുടെ ഓർമ്മപ്പെടുത്തുന്നു. കുരുവിയെ രക്ഷപ്പെടുത്തിയ അവളെ തുണിക്കുന്നത് നിസാർ അഹമ്മദ് എന്ന ചെറുപ്പക്കാരനാണ്. ഇതൊരു സൂചനയാണ്. അവളെ ജീർണിച്ച ലോകത്ത് നിന്ന് പുതിയ ജീവിതത്തിന്റെ വെളിച്ചമുള്ള ലോകത്തേക്ക് അവൻ പിടിച്ചുയർത്തുന്നത് ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നമാണ്. അവളുടെ കളങ്കമില്ലാത്ത പെരുമാറ്റം ആ കുരുവിയോടും ചെറു കുരുവിയോട് പോലും കാരുണ്യം പുലർത്തുന്ന ശുദ്ധ മനസ്സുമുണ്ട് ആണ് രണ്ടുപേരെയും പരസ്പരം ഒന്നിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കഥയുടെ സമ്മറി ആയിട്ട് പറയുന്നത്. ബാക്കി നമ്മൾ അന്ന് പറഞ്ഞ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കഥ നോക്കാം നമുക്ക്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഉതുപ്പാൻ്റെ കിണർ. കാരൂർ നീലകണ്ഠപിള്ളയാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഉതുപ്പാനും എന്ന് പറയുന്ന ഒരു ദരിദ്രനും പിന്നെ അദ്ദേഹം നിർമ്മിച്ച കിണറുമാണ്. കിണറിനെയും ശരിക്കും ഈ കഥയിൽ ഒരു ജീവനുള്ള കഥാപാത്രം പോലെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മനുഷ്യ നന്മയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഉതുപ്പാൻ്റെ കേന്ദ്ര കഥാപാത്രമാക്കി കാരൂർ രചിച്ച കഥയാണ് ഉതുപ്പാൻ്റെ കിണർ എന്ന് പറയുന്നത്. ജനങ്ങളുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി ഉതുപ്പാൻ കിണർ കുഴിച്ചത്, എന്നാൽ ഉതുപ്പാനെ ജനങ്ങൾ പരിഹസിച്ചു ഭ്രാന്തനെന്ന് മുദ്ര കുത്തുകയും നിധിക്ക് വേണ്ടിയാണ് കുഴിക്കുന്നത് എന്ന് വരെ അവർ പറഞ്ഞു. ഒരു സമയത്ത് അവിടെ എല്ലാം വെള്ളം എത്തിയപ്പോൾ തൻ്റെ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കോളൂ എന്ന് പറഞ്ഞ് അവനെ എല്ലാവരും കൂടി കളിയാക്കുകയും അവസാനം ആ ഒരു സ്ഥലത്ത് ജലസ്രോതസ്സുകളിലൂടെ എല്ലാം പലവിധ അസുഖങ്ങളും പടരുന്നുണ്ട് എന്ന് പറഞ്ഞ് നഗരസഭ ആ എല്ലാ കിണറുകളും അല്ലെങ്കിൽ എല്ലാ പുഴകളും എല്ലാം സംരക്ഷിച്ചു പോരുന്നതിൻ്റെ ഭാഗമായിട്ടും പിന്നെ മാരക രോഗങ്ങളൊന്നും പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ടും ആരും ഉപയോഗിക്കാത്ത കിണറുകളും അല്ല അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം പൊട്ടക്കിണറുകളും അല്ലാത്തതുമെല്ലാം അവർ വൃത്തിയാക്കുന്നതിനിടയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കുഴിച്ചെടുത്തിരിക്കുന്ന സ്വന്തമെന്ന് കരുതി ഉതുപ്പാൻ നിർമ്മിച്ച ആ ഒരു കിണറിനെ കൂടി എല്ലാവരും കൂടി അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. മനുഷ്യൻ്റെ ഉതുപ്പാന് കിണറിനോടുള്ള സത്യസന്ധതയും സ്നേഹവും മാനുഷികമായ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് നീളുന്ന ഒന്നാണ്. പ്രകൃതിയും മനുഷ്യനും ലയിച്ചു ചേരുന്നതിൻ്റെ സൂചനയാണ് ഉതുപ്പാനും കിണറും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവനുള്ള കഥാപാത്രമായി കഥയിൽ കിണറും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഉതുപ്പാന് ആ ഒരു കിണറ്റിൽ തന്നെ ചാടി തൻ്റെ ജീവൻ ഒടുക്കുന്നതാണ് ലാസ്റ്റ് നമ്മളതിൽ കാണുന്നത്. ഓക്കെ, അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കടൽ തീരത്ത്, OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയാണ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് കടൽ തീരത്ത് എന്ന് പറയുന്നത്. OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന സ്റ്റോറിയാണ് നെക്സ്റ്റ് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് വെള്ളായ്യപ്പനാണ്. വെള്ളായ്യപ്പൻ്റെ മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെക്കുറിച്ചാണ് ഈ ഒരു കഥയിൽ കൂടുതലായിട്ടും പറയുന്നത്. വെള്ളായ്യപ്പൻ തൻ്റെ മകനെ കാണാൻ വേണ്ടി പോവുകയാണ്. അന്നേരം തൻ്റെ ഭാര്യയായ കോടച്ചി കൊടുത്തിരിക്കുന്ന പൊതിച്ചോറും കയ്യിലേന്തി തീവണ്ടി ആഫീസിലൂടെ തീവണ്ടിയിലെല്ലാം കയറി അദ്ദേഹം തൻ്റെ മകൻ്റെ അടുത്തെത്തുന്നു. അതായത് മകൻ ജയിലിലാണുള്ളത്. മകന് എന്തെങ്കിലും ആപത്തുകൾ സംഭവിച്ചു അവൻ ജയിലിലാണ്. വധശിക്ഷ കാത്തു നിൽക്കുന്ന മകനെ കാണാൻ വേണ്ടി പോകുന്ന വെള്ളായ്യപ്പൻ പോകുമ്പോൾ വഴിയരികിൽ കാണുന്ന കണ്ടുണ്ണിയോടും എല്ലാം വർത്തമാനം പറഞ്ഞ് അവരോടെല്ലാം താൻ പോകുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിൽ വിഷമിക്കുന്ന കുറേ ആൾക്കാരെയും നമുക്ക് ഈ ഒരു കഥയിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വെള്ളായ്യപ്പൻ തൻ്റെ മനസ്സെല്ലാം വിങ്ങിപ്പൊട്ടി അദ്ദേഹം അവസാനം ജയിലിലെത്തി തൻ്റെ മകനോട് സംസാരിക്കാൻ നോക്കുമ്പോൾ തനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല എന്നും അവർ രണ്ടുപേരും കണ്ണുകളിലൂടെ തങ്ങളുടെ ദുഃഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞറിയിക്കുകയും അവസാനം മകൻ്റെ മൃതശരീരവും കൊണ്ട് തിരിച്ചു പോകാൻ വണ്ടിക്കാശിമാരെ നിൽക്കുകയും അവിടെ ചുടലയോടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ വിളിച്ച് അവരെയും കൊണ്ട് തൻ്റെ മകൻ്റെ മൃതദേഹം ദഹിപ്പിക്കുകയും അങ്ങനെ അവസാനം വെള്ളായ്യപ്പൻ ഇതെല്ലാം കഴിഞ്ഞ് കടൽ തീരത്തേക്ക് നീങ്ങുമ്പോൾ കടൽ തീരത്ത് ധാരാളം ബലിക്കാക്കകൾ വന്നിരിക്കുന്നത് കാണുകയും അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൻ്റെ മകന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തൻ്റെ ഭാര്യ തന്നിരുന്ന പൊതിച്ചോറ് അന്നേരമാണ് അദ്ദേഹം ഓർക്കുന്നത്. ആ പൊതിച്ചോറുകൾ അദ്ദേഹം ആ കടൽ തീരത്ത് വെച്ച് കൊടുക്കുകയും അന്നേരം എവിടെ നിന്നോ പറന്നു വന്ന ബലിക്കാക്കകൾ അത് കൊത്തി കൊണ്ടുപോകുന്നതും അതിലൂടെ തൻ്റെ ആ ഒരു മകനോടുള്ള തൻ്റെ സ്നേഹവും എല്ലാം അതിൽ നമുക്ക് ഈ ഒരു കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയും. വെള്ളായ്യപ്പൻ എന്ന കഥാപാത്രത്തിൻ്റെ ചലനങ്ങളിലൂടെ ചിത്രീകരിക്കുന്ന ഒരു കഥയാണ് ഇത്. ഒപ്പം ശ്രേഷ്ഠമായ പിതൃപുത്ര ബന്ധത്തിൻ്റെയും ആഴം മറയില്ലാതെ അവതരിപ്പിക്കുന്നു എന്നതും ഈ കഥയുടെ സവിശേഷത തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 16th ചാപ്റ്ററാണ് കഥയും കഥാപാത്രങ്ങളും. ശ്രീ ഭഗവതി എന്ന് വരുന്നതാണിത്. ഗീതാ ഹിരണ്യൻ എഴുതിയിട്ടുള്ളതാണ് കഥയും കഥാപാത്രങ്ങളും എന്ന ശ്രീ ഭഗവതി എന്ന ഈ ഒരു ചാപ്റ്റർ. നമുക്ക് നോക്കാം എന്താ പറയുന്നത്. കഥകളും നോവലുകളും ഒക്കെ വായിച്ച് ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ അവ വിശകലനം ചെയ്യുന്നതും പഠനത്തിൻ്റെ ഭാഗമാണെന്നും കഥയ്ക്ക് ജീവൻ നൽകുന്നത് കഥാപാത്രങ്ങളാണെന്നും കഥയുടെ പൊരുൾ തേടി പോകുമ്പോൾ നാം പലപ്പോഴും കഥാപാത്രങ്ങളുടെ ഉള്ളുകളികളിൽ ചെന്നെത്തുന്നുവെന്നും കഥാകൃത്തിനോ കവിക്കോ പറയാനുള്ളതൊക്കെ അവ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുമെന്നുമാണ് കഥാപാത്ര നിരൂപണത്തിലെ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ ഒരു തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്. അത് കഴിഞ്ഞ് അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ശ്രീ ഭഗവതി എന്ന് പറയുന്ന ഗീതാ ഹിരണ്യൻ്റെ ഒരു കഥയിലേക്കാണ്. ഇതിൽ സ്ത്രീകൾ, അധഗതിസ്ഥർ, രോഗികൾ, ദരിദ്രർ തുടങ്ങിയ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്ന രചനകളാണ് ഈ ഒരു കവിത, ഈ ഒരു കഥാഭാഗം എന്ന് പറയുന്നത് തന്നെ. നായിക എല്ലാ സ്വാതന്ത്ര്യവും ഉള്ളവളാണ്. ഭർത്താവിനോട് കയർക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ അവൾക്ക് കഴിയുന്നു. എന്നാൽ സ്ത്രീ എന്ന നിലയിൽ പദവിപരമായ പ്രതിസന്ധികളെ നേരിടാൻ അവർക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നതാണ് ഈ ഒരു സ്റ്റോറിയിൽ വിശകലനം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള സ്റ്റോറി അതാ നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കർണപർവമാണ്.
SR ലാൽ എഴുതിയിട്ടുള്ള കർണപർവം എന്ന് പറയുന്നതാണ്. ഇതിൽ കൂടുതലായിട്ടും വരുന്നത് എന്താണ്, വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാരുടെ കുറിച്ചിട്ടുള്ള കഥയാണ് ഇതിൽ പറയുന്നത്. എല്ലാ മാതാപിതാക്കളെയും പോലെ എനിക്കും ഒരു അപ്പനുണ്ടായിരുന്നു എന്നും അമ്മച്ചി മരിക്കുമ്പോൾ ഞങ്ങളെ എല്ലാവരെയും നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പനാണ് എന്നും എനിക്കും എൻ്റെ താഴെ ഉണ്ടായിരുന്ന ടോജോയും മീനയും, ഇങ്ങനെ 2 പേരുടെ പേരും പറയുന്നുണ്ട് ഇതിൽ. അപ്പോൾ മെയിനായിട്ട് വരുന്ന ആൾക്കാരാണ് ഒന്ന് നമ്മുടെ ഈ ഒരു നാടകകൃത്തും അതേപോലെ തന്നെ ഈ പറഞ്ഞ ടോജോ, മീന. ഓക്കെ, ഈ പേരുകൾ ഓർക്കണം. അപ്പൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഇതിൽ വരുന്നത്. കർണൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെയാണ് കൂടുതൽ ഓർക്കേണ്ടത്. അദ്ദേഹമാണ് ഈ ഒരു കഥയിലെ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പോൾ അപ്പൻ നാടകകൃത്ത് ആയിരുന്ന അപ്പൻ നാടകം അവസാനം നല്ല രീതിയിൽ പോവാതെ ആയപ്പോൾ നാടക കമ്പനി പൊളിക്കേണ്ടി വരികയും പിന്നീട് മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയും അവസാനം നാടകത്തിലുള്ളതുപോലെ ജീവിതത്തിൽ അഭിനയിച്ച് കാണിക്കാൻ തുടങ്ങിയ അപ്പനെ മക്കളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നതും, അല്ലെങ്കിൽ അദ്ദേഹത്തെ എവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു മഴവെള്ളം ഒക്കെ ഒലിച്ചു വരുന്ന നദിയുടെ കരകവിഞ്ഞൊഴുകുന്ന നദിയിലൂടെ അദ്ദേഹത്തെ ഒഴുക്കി വിടുന്നതും ഒക്കെയാണ് പറയുന്നത്. ടോജോയും ജോയിയും കൂടി നദിക്കരയിലൂടെ വരുന്ന ആ ഒരു നദിക്കരയിലേക്ക് അദ്ദേഹത്തെ ഒരു വള്ളത്തിൽ കയറ്റി ഒഴുക്കി വിടുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്.